ഹലോ, വെൽക്കം ടു അമ്മ ആൻഡ് മീ കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു അരിപ്പപ്പടം ഉണ്ടാക്കാം. ഇത് പച്ചരി ആവാം, ഏത് അരി വേണമെങ്കിൽ ആവാം. ഞാൻ ഉണക്കലരി നനച്ച് അരച്ച് വെച്ചത്. തലേദിവസം അരച്ച് വെക്കണം കേട്ടോ. ഒരു ചെറിയ പുളിപ്പ് വേണം. അത് കഴിഞ്ഞ് ഉണ്ടാക്കേണ്ട സമയമാകുമ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെയിൽ വരുന്നതിന് മുൻപ് ഉണ്ടാക്കിയിടാൻ വെയിലത്ത് കുറച്ച് എള്ള്, കുറച്ച് ഉപ്പ്, ഇത്തിരി കായം, ഇത് മാത്രം ചേർക്കുക. വേണമെന്നുള്ളവർക്ക് പച്ചമുളക് അരച്ച് ചേർക്കാം, ചുവന്ന മുളക് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചുവന്ന മുളക് പൊടി ഇടാം, എരിവ് വേണമെന്നുള്ളവർക്ക്. ഇതേപോലെ സെറ്റ് നമുക്ക് പാത്രക്കടയിൽ കിട്ടും. തൃശ്ശൂർ അവൈലബിളാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരിക, എന്നിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആവിയിൽ വെച്ച് വേവിക്കുക ആദ്യം. അതിന് പെട്ടെന്ന് ആയിത്തീരും. 1 മണിക്കൂറിൽ 75 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. എടുക്കുക, വെയിലത്ത് കൊണ്ടിടുക. 2 ദിവസം വെയിൽ കൊണ്ടാൽ നന്നായി കിട്ടും. അതിന് നല്ല എയർ ടൈറ്റ് പാത്രത്തിൽ അടച്ച് വയ്ക്കുക, ഡബയിൽ അടച്ച് വയ്ക്കുക. മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ പപ്പടമൊന്നും വേണ്ട. അതിന് പകരം ഇത് വറുത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ചായക്ക് ഇത് 2 എണ്ണം വറുത്ത് കൊടുക്കാം, നന്നായിരിക്കും. അപ്പോൾ ഈ വെക്കേഷനിൽ ഒരു 2 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ കുറച്ച് പപ്പടമൊക്കെ ഉണ്ടാക്കി വയ്ക്കാമല്ലോ. വെയിലുണ്ട് അത്യാവശ്യം. ഉച്ച തിരിഞ്ഞല്ലേ മഴയുള്ളൂ. ആ ഉച്ച വരെയുള്ള വെയിൽ മതി ഇതിനെ ഉണങ്ങാനേ. അപ്പോൾ എല്ലാവരും ശ്രമിക്കൂ. വെറും അരിയും ഒരു എള്ളും ഉപ്പും കുറച്ച് കായം ഉണ്ടെങ്കിൽ കാര്യം നടക്കും.